Hi, hello, my dear students. Today we are starting the revision section of for our second term exam. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ സെക്ഷൻ ആരംഭിക്കുകയാണ്. ഇത് അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കയറാം. നമുക്കറിയാം റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നമുക്കറിയാം, ഒരു അമേരിക്കൻ ചിന്തകനും ഒരു അമേരിക്കൻ തത്വശാസ്ത്രജ്ഞനുമൊക്കെയായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുകയാണ്, ബൈ ഫെയിലിംഗ് ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയറിംഗ് ടു ഫെയിൽ. എന്താണ് അതിൻ്റെ മലയാളം? തയ്യാറെടുക്കാൻ പരാജയപ്പെടുന്നതിലൂടെ നിങ്ങൾ പരാജയപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഈ ഒരു കോട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാകുകയാണ്. ബൈ ഫെയിലിംഗ് ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയറിംഗ് ടു ഫെയിൽ. അതായത് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്താതെ ഏതൊരു കാര്യത്തെ സമീപിക്കുന്നുവോ, അത് പരീക്ഷയാകട്ടെ, ഒരു മത്സരമാകട്ടെ, ഏത് കാര്യത്തെയാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ, അതിനുവേണ്ടി തയ്യാറാകാതെ നിങ്ങൾ പോയാൽ, ആ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ, നിങ്ങൾ എന്തിന് ശ്രമിക്കുക എന്നാണ് പറയുന്നത്? നിങ്ങൾ പരാജയപ്പെടാൻ തന്നെ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് സക്സസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയിരിക്കണം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി, സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ആ പ്രിപ്പറേഷനാണ് റിവിഷൻ എന്ന പേരിൽ നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. നമ്മുടെ സെക്കൻഡ് ടൈം പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ചാപ്റ്റർ 5 ഫസ്റ്റ് ടൈം പോർഷനായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിലും നമുക്ക് ചാപ്റ്റർ 5 നിന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ചാപ്റ്റർ 5 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ചാപ്റ്റർ 6 റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ചാപ്റ്റർ 7 മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്. ചാപ്റ്റർ 8 നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള. Chapter 9 Democracy, Meaning and Scope. Then Chapter 10 Europe on the World Map. ഓക്കെ, ഇതിൽ നമ്മൾ ഏറെ ഫോഴ്സ് ചെലുത്തി നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് 6, 7, 8, 9 and 10. ഓക്കെ, ഇപ്പം നമ്മുടെ 5th ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ആരാണ് വിത്തൗട്ട് ഇക്വാളിറ്റി ലിബർട്ടി വുഡ് പ്രൊഡ്യൂസ് ദ സുപ്രമസി ഓഫ് ദ ഫ്യൂ ഓവർ ദ മെനി. ഈക്വാളിറ്റി വിത്തൗട്ട് ലിബർട്ടി വുഡ് കിൽ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്. വിത്തൗട്ട് ഫെർട്ടേണിറ്റി ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി കുഡ് നോട്ട് ബിക്കം എ നാച്ചുറൽ കോഴ്സ് ഓഫ് തിങ്. ഇത് ആരുടെ കമൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതണം. ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹമാണ് പറയുക. അപ്പോൾ ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ലിബർട്ടി, ഇതൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. BR അംബേദ്കർ. ഓക്കെ, ഡിഫൈൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഡിഫൈൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വലിയ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ നമ്മളെ പ്രതീക്ഷിക്കണം. ഡിഫൈൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. എവിടെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പാർട്ട് 3 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 3. ദെൻ ടൈം ലൈൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റിലേക്ക് നമ്മൾ വരാനുള്ള ആ ചരിത്രത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ടൈം ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മാഗ്ന കാർട്ട 1215. ഓക്കെ, അതാണ് ലോകത്ത് ആദ്യമായിട്ട് സിവിൽ റൈറ്റ്സിനെ പറ്റി പറയുന്ന ഒരു കാര്യം, മാഗ്ന കാർട്ട. ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്, അതാണ് നെക്സ്റ്റ്. സിവിൽ റൈറ്റ്സിനെ പറ്റി ലോകത്ത് രണ്ടാമത് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ മാഗ്ന കാർട്ടയാണ്, രണ്ടാമത്തെ ബിൽ ഓഫ് റൈറ്റ് ആണ്. ദെൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലത്ത് അവർ നടത്തിയ ആ ഡിക്ലറേഷൻ, ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ചുള്ള ഡിക്ലറേഷൻ.
ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഓക്കെ, അതാണ് നെക്സ്റ്റ്. അപ്പോൾ ഈ ചരിത്ര സംഭവങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ടൈം ലൈൻ ചോദിച്ചാൽ മാഗ്ന കാർട്ട ഓർക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ബിൽ ഓഫ് റൈറ്റ് ഓർക്കുക, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഓർക്കുക, ബിൽ ഓഫ് റൈറ്റ് UN-ഓടെ ഓർക്കുക. ഓക്കെ, അത് 48-ലാണ് സംഭവിച്ചത്. ദെൻ what are the factors that influence the framers of constitution to include fundamental rights in the constitution of India? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ആളുകൾക്ക് തോന്നാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്, എന്തെല്ലാം വസ്തുതകൾ ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് അവതരിപ്പിച്ചത്? അതിന് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമുക്ക് അത് ടീച്ചർ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അതെടുത്ത് പഠിക്കുക. ഓക്കെ, then in which part of the constitution as the fundamental rights are included? Part 3. Why are certain rights known as fundamental rights? എന്തുകൊണ്ടാണ് ചില റൈറ്റുകളെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്? Why are certain rights known as fundamental rights? Then which country's constitution influenced the formation of fundamental rights in India? ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ അന്ന് പഠിച്ചതാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്തത്. വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? അത് പഠിച്ചോണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, എടുത്ത് പഠിക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ് പഠിക്കുക. പാർട്ട് 3 ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വാട്ട് ആർ ദ ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദ റൈറ്റ് ടു ഇക്വാളിറ്റി? റൈറ്റ് ടു ഇക്വാളിറ്റി ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് നമ്മൾ എടുക്കുക. റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ ഏതൊക്കെ ഐഡിയാസ് ഉണ്ട്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീഡം ഗിവൺ ഇൻ ദ ആർട്ടിക്കിൾ 90? ഏതെല്ലാം ഫ്രീഡമാണ് ഇന്ത്യയിൽ കിട്ടുക? ഓക്കെ, ദെൻ എലുസിഡേറ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അതൊന്ന് പ്രതീക്ഷിച്ചോണേ. 2009-ലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതൊന്ന് പഠിക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. Then how does the right against exploitation protect the citizens? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇന്ത്യയിൽ എല്ലാത്തരം എക്സ്പ്ലോയിറ്റേഷനും അതോടെ നിരോധിച്ചിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനാണ് അതിലൂടെ ഇല്ലാതായത്? അത് പഠിച്ചോളാം. റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. വാട്ട് ഡു യു മീൻ ബൈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ? നമ്മളത് പ്രത്യേകം പഠിച്ചോണം. ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളത് റിലീജിയൻ ഇല്ലാത്ത അവസ്ഥയൊന്നുമല്ല, അതിന് അതിൻ്റേതായ ചില മീനിങ്സ് ഉണ്ട്. അതെന്താണെന്ന് പഠിച്ചു വെക്കുക. ഫ്രീഡം ഓഫ് റിലീജിയൻ. Then identify and write the difference between fundamental right and directive principles. ഫണ്ടമെൻ്റൽ റൈറ്റും ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്കറിയാം സിറ്റിസൺസിന് തരുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. എന്നാൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർക്ക് വേണ്ടിയുള്ളതാണ്? സ്റ്റേറ്റിന് വേണ്ടിയുള്ളതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് കോർട്ടിൽ അതിനെ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ പോയാൽ നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. എന്നാൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് ലഭിക്കാതെ പോയാൽ കോർട്ടിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അതിൻ്റെ ഡിഫറൻസ് എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, then write a short note on fundamental duties. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ സംബന്ധിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അത് ഏത് ആർട്ടിക്കിളിലാണ്, അത് ഏത് പാർട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പലപ്പോഴും നമ്മൾ അവഗണിച്ചിരിക്കുന്നതാണല്ലോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കവർ പേജിൽ കൊടുത്തിട്ടുണ്ട്. 1-2 ഡ്യൂട്ടികളൊക്കെ ഓർത്ത് വെക്കുന്നതും നല്ലതാണ്. പക്ഷേ അത് ഏത് പാർട്ടിലാണെന്നും ഏത് ആർട്ടിക്കിളാണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒന്ന് പഠിച്ചു വെക്കുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്.
അതിൽ ഏതാനും ഡ്യൂട്ടികളെങ്കിലും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നതും നല്ലതായിരിക്കും. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ഡേ പാർട്ട് 2 നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ടീച്ചർ എത്തുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.